ഏറ്റുമാനൂർ ഷൈനി വധക്കേസ് നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. ക്രൂരമായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ച് ഷൈനിയെ കൊല്ലുകയാണ് ചെയ്തത്. ഇങ്ങനത്തെ ദുഷ്ടന്മാരൊക്കെ നോബി എന്ന് പറയുന്ന അതുപോലെയുള്ള ദുഷ്ടന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാത്തതാണ് നല്ലത്. സുന്ദരിയായ 2 പെൺമക്കൾ, അതുപോലെ ഷൈനി വീട്ടിലെ ജോലികളായിരുന്നാലും എല്ലാം ചെയ്ത് നല്ല വിദ്യാഭ്യാസമുള്ളൊരു പെൺകുട്ടിയായിരുന്നു ഷൈനി. ഇത്രയും ക്രൂരമായിട്ട് നോബി എന്ന് പറയുന്ന സാധനം വീട്ടിലിട്ട് ഒരുപാട് മർദ്ദിച്ച് അവശതയാക്കി, എന്നിട്ട് ലാസ്റ്റ് നാട്ടുകാരാണ് എടുത്ത് ഷൈനിയുടെ അമ്മേരെയും അച്ഛൻ്റെയും അടുത്ത് എത്തിച്ചത്. അത്ര ക്രൂരമായിട്ട് യവൻ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞാൽ മദ്യം കഴിച്ചിട്ട് വന്നിട്ട് കിടന്ന് ഷൈനി എടുത്തിട്ട് അടിക്കുമ്പോൾ ആ 2 മക്കളും കൂടെ കാലിൽ വീണ് കിടന്ന് കരയുമായിരുന്നു. അങ്ങനെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് ആ ഒരു തള്ള എന്ന് പറയുന്ന അമ്മച്ചി, നോബീരെ അമ്മ സപ്പോർട്ട്, മോനെ സപ്പോർട്ട് ചെയ്യും, നുണകൾ പറഞ്ഞു കൊടുക്കും. മോൻ വരുമ്പം പാതിരാത്രിയൊക്കെ കയറി വരുമ്പോൾ നുണകൾ പറഞ്ഞു കൊടുക്കണ അമ്മച്ചി. ഇങ്ങനെയുള്ള അമ്മച്ചിമാരെയൊന്നും ഈ ഭൂമിയിൽ വെച്ചേക്കരുത്. ഈ അമ്മച്ചിയൊക്കെ അനുഭവിച്ച് മരിക്കും. അവസാനം കെട്ടാണ് 2 മക്കളെയും വലിച്ചെടുത്ത്, ആ മക്കളെ വലിച്ചെടുത്തുകൊണ്ട് പോകണ ഇളയ കുട്ടിയാണെങ്കിൽ ഇളയ മോള് അത് ഒരു വിധത്തിൽ പോണില്ല, അതിനെ വലിച്ചെടുത്ത് കൊണ്ടുപോണ രംഗം കാണണം. ഏറ്റവും തുറന്ന് ഇറങ്ങിപ്പോണത് അത്രയ്ക്കും സഹിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ കഴിഞ്ഞപ്പോൾ ഈ അമ്മാവിയമ്മയും ഭർത്താവും ആ വീട്ടിലെ ജോലികൾ മൊത്തവും ചെയ്യിക്കും. ഈ ആട്ടിനെ വളർത്തലായിരുന്നാലും എല്ലാം ചെയ്താണ് ഷൈനി ജീവിച്ച് മുന്നോട്ട് പോയത്. എന്നിട്ട് കുടുംബശ്രീന്ന് പൈസ കടം വാങ്ങിച്ച് 3 ലക്ഷം രൂപ ലോൺ എടുത്ത് അതും ഭർത്താവിൻ്റെ അച്ഛന് വേണ്ടിയാണ് ചിലവാക്കിയത്, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നപ്പോൾ. ഇത് ഇത്രത്തോളവും ചെയ്തിട്ടും അതിനെ മാനസികമായിട്ട് പീഡിപ്പിക്കണമെങ്കിൽ അത്ര ദുഷ്ട മനസ്സുള്ള ഒരുത്തനായതുകൊണ്ടാണ് അതങ്ങനെ ചെയ്തത്. നീ എന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുക, നീയൊക്കെ കിടന്ന് ജയിലിനകത്ത് എണ്ണ തന്നെ വേണം. അതുപോലെ ആ അവൻ്റെ അമ്മ നോബി എന്ന് പറയുന്ന അവൻ്റെ അമ്മ ചാനലുകളിൽ വന്ന് ഇൻ്റർവ്യൂ കൊടുക്കും കണക്ക് വന്ന് ഇന്നങ്ങോട്ട് പ്രസംഗിക്കണം അമ്മച്ചി. അവർ ചോദിക്കുകയാണ്, എന്തിട്ടാണ് ഇതങ്ങനെ സംഭവിച്ചത്, നിങ്ങൾ ക്രൂരമായിട്ട് മാനസികമായിട്ടൊക്കെ പീഡിപ്പിക്കുമെന്ന് പറയുന്നു. ഞാൻ അന്നൊന്നും ചെയ്തില്ല, അതിനൊന്നും ചെയ്തില്ല, ഞാൻ ഇവിടെ സുഖമില്ലാതെ ഷുഗറൊക്കെ വന്ന് ഇങ്ങനെ കിടക്കുകയായിരുന്നു. ആ കള്ളക്കിളവി പറയുമ്പോൾ തന്നെ ആ ഒരു ഇതാണ് എന്ന് പറയുകയും ചെയ്ത് കസേരയിലോട്ട് മറിഞ്ഞങ്ങ് വീഴുകയും, സോഫയിലാണെന്ന് തോന്നുന്നു മറിഞ്ഞങ്ങ് വീഴുകയും ചെയ്യണം. എന്നിട്ട് വീണ്ടും എഴുതിച്ച് എന്നിട്ട് ചോദിക്കണം, നിങ്ങളെ ശല്യം കാരണമല്ലേ അന്ന് പോയത് എന്ന് ചോദിച്ചപ്പോൾ പറയണം, നമ്മളൊന്നും അറിഞ്ഞില്ല, വെറുതെ ഒരു കേസും കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ലെന്ന്. ഇതാണ് പറയണ കള്ളത്തരം എന്ന് പറഞ്ഞാൽ. ആ കിളവി ആദ്യം പിടിച്ചുകൊണ്ട് പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം, കിളവിയുടെ പേരിൽ കേസെടുക്കണം. അല്ലെങ്കിൽ ഷൈനി എന്തോന്ന് ചെയ്യണമായിരുന്നു, ഇത്രത്തോളം ക്രൂരമായി പീഡനം അവിടെ ഏൽക്കണമെങ്കിൽ ഷൈനി ജനങ്ങളോട് പറയണമായിരുന്നു, ഇതുപോലെ എനിക്ക് ഇങ്ങനത്തെ മാനസികമായിട്ടുള്ള പീഡനങ്ങളുണ്ട് എന്നുള്ള ഒരു വാക്കെങ്കിലും ആരെടുത്തും ഒന്നും ചെയ്യാതെ ഇത്രയ്ക്കും അവിടെ കിടന്ന് സഹിച്ച് അങ്ങേയറ്റം സഹിച്ചിട്ട് അവസാനം 2 മക്കളെയും കൊണ്ട് ട്രെയിനിന് മുന്നിൽ ചാടി. അതുപോലെ നോബീരെ ചേട്ടൻ, ഇയാൾ മാനസികമായിട്ട് ഇതുപോലെ കുത്തുവാക്കുകൾ കൊണ്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പം അവർക്കെന്ത്, ആ തള്ള അവൻ്റെ അമ്മയൊക്കെ സന്തോഷത്തിലാണ് അവിടെ കഴിയുന്നത്. അവൻ്റെ അമ്മ പറയുന്നുണ്ട്, നമ്മൾ സന്തോഷത്തിലാണ് ഇവിടെ ഞാനും മക്കളും കഴിഞ്ഞുകൊണ്ടിരുന്നത്, ഇനിയെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഒന്നുകിൽ ആരെങ്കിലും അറിയിക്കാൻ നോക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെ പാട് നോക്കി പോകണം. അത്രയും സഹിച്ചങ്ങനെ അവിടെ കിടക്കേണ്ട ഒരു കാര്യവും ഇല്ല. അവന്മാരെ കാര്യങ്ങൾ നോക്കി അവിടെ കിടന്നിട്ട് ഉള്ള അടിയും ചവിട്ടും എല്ലാം കൂടെ കൊണ്ട് കിടക്കേണ്ട കാര്യമില്ല. യുവന്മാരെയൊക്കെ അവിടെ നിന്ന് ഇറക്കി, പിന്നെ ജാമ്യം പോലും കൊടുക്കരുത്, പിടിച്ചുകൊണ്ടിട്ടിട്ടുണ്ട്. ഇനിയിപ്പം മിക്കവാറും ഇവർക്കൊക്കെ പണം ഉണ്ടല്ലോ, പണം ഉള്ളതുകൊണ്ട് ജാമ്യത്തിലൊക്കെ ഇറങ്ങാം. അതുപോലെ ഈ തള്ളയെ 1ാമത് കൊണ്ടുപോകണം, 1ാം പ്രതിയാക്കി കൊണ്ടുപോകണമായിരുന്നു. തള്ളയെ ഇതുവരെ ഒന്നും ചെയ്തില്ല. തള്ള കള്ളത്തരമൊന്നും അവൻ്റെ അമ്മ പറയണ കേട്ട മൊത്തം ഫുള്ള് കള്ളത്തരമെന്ന് പറയണത്.
എന്ത് തന്നെ ആയാലും ഷൈനി ആ 2 മക്കളെയും കൊണ്ട് ഒരുപാട് വോയിസ് റെക്കോർഡുകൾ ഷൈനി പുറത്ത് വിട്ടായിരുന്നു. അതിപ്പോൾ അങ്ങനെയൊക്കെ പുറത്ത് വിട്ടതായിട്ടൊക്കെ ഉണ്ട്, ഓരോരുത്തരും എടുത്ത് വെച്ച് ചെയ്യുന്നുണ്ട്. ഇത് തന്നെ ആയിരുന്നാലും ഷൈനി അങ്ങനെ ചെയ്യണ്ടായിരുന്നു. ഈ 2 മക്കളെയും കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കണമായിരുന്നു. എന്തായാലും വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയല്ലേ, അപ്പം പഠിച്ച് ഇത്രത്തോളം വിദ്യാഭ്യാസം അമ്മയും അച്ഛനും നേടിക്കൊടുത്തിരുന്നെങ്കിൽ ഷൈനി അന്തസ്സായിട്ട് ജോലി, അത് പിന്നെ അങ്ങനെ ജോലി ചെയ്യാൻ പോലും വിടൂല. എവിടെയെങ്കിലും ചെന്ന് ജോലിക്ക് കയറുമോ അവിടെ പറയും അവളെ ജോലിക്ക് കയറ്റരുത് എന്നും പറഞ്ഞ് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കും. ഇങ്ങനെയുള്ള അമ്മാവി അമ്മയും ഭർത്താക്കന്മാരും ജീവിച്ചിരിക്കല് നീയൊക്കെ യവന്മാരുടെ അടുത്ത് പറയണം, നീയൊക്കെ പോടാന്നും പറഞ്ഞ് ഇറങ്ങി പോവാനുള്ളത്. ദുഷ്ടന്മാർ യവന്മാരെയൊന്നും വെച്ചേക്കണത് തന്നെ ഈ ഭൂമിക്ക് ദോഷമാണ്. അതുകൊണ്ട് ഇറക്കി വിടരുത്, അവിടെ തന്നെ ജയിലിനകത്തിട്ട് അഴിയെണ്ണണം. ജാമ്യത്തിൽ ഇറങ്ങുകയേ ചെയ്യല്ലേ. ഇങ്ങനെയൊക്കെ കൊല്ലണവന്മാർക്ക് നല്ല കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. ഉള്ള കിളവി പറയണായിട്ടില്ലേ ഓരോ കാര്യങ്ങൾ, ആ കിളവിക്കും കൊടുക്കണം അതിൻ്റേതായ. ആ 2 മക്കളെങ്കിലും ഷൈനിക്ക് വിചാരിച്ച് മരിക്കാതിരുന്നൂടെയിരുന്ന. അവരെ പഠിത്തം ഒന്നും ആയില്ല, അങ്ങനെ കിടക്കണം. പാവം, കഷ്ടം തന്നെ, ഒരു വല്ലാത്തൊരിതായിപ്പോയി. ഇനി ഈ ഭൂമിയിൽ ഇങ്ങനെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. അങ്ങനെ എന്തെങ്കിലും സംഭവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അറിയിച്ചും കൊണ്ട്, അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോടാന്നും പറഞ്ഞ് കളഞ്ഞിട്ട് പോകണമായിരുന്നു. പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജോലി ചെയ്ത് ജീവിക്കണം. അങ്ങനെയൊക്കെയാണ് ചെയ്യാനുള്ളത്.